എത്ര മനുഷ്യത്വരഹിതമായാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് ഇടപെടുന്നത് എന്നുള്ളത് ഈ വിഷയത്തിലും തെളിയുകയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ മുടക്കാൻ വേണ്ടി കേന്ദ്രവിഹിതം നേരത്തെ തന്നെ അവർ നമുക്ക് മുടക്കുന്നു. അതുകൂടാതെ ഇപ്പോൾ വളരെ തുച്ഛമായ വിഹിതമാണ് കേന്ദ്ര സർക്കാർ ഈ പെൻഷനുകളിൽ നൽകുന്നത്. അതുപോലും മുടക്കാനുള്ള ഇടപെടലാണ് ഈ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഷമ്മി, ഏതായാലും നമുക്കറിയാം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും സ്വീകരിക്കുന്ന നടപടികൾ, പ്രത്യേകിച്ചും അത് പെൻഷൻ വിഷയത്തിലാകട്ടെ, ഗ്രാന്റ് ഇനത്തിലാകട്ടെ, പലിശയുടെ കാര്യത്തിലാകട്ടെ, അങ്ങനെ എല്ലാ മേഖലയിലും കേന്ദ്രം സംസ്ഥാനത്തെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമാണ്. കണക്കുകൾ സഹിതം അത് സുപ്രീം കോടതിയിലേക്ക് കയറിയത് വരെ ഉള്ളത് നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു പെൻഷന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടത്, കാരണം സംസ്ഥാന സർക്കാർ നൽകുന്ന പെൻഷൻ അത് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ അത് മുടക്കുവാൻ വേണ്ടി പലതരത്തിൽ കേന്ദ്രം ഇതിനകം തന്നെ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കത്തെ പോലും അതിജീവിച്ചുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതിൽ കാണേണ്ടത്. കഴിഞ്ഞ മാസമാണ് സംസ്ഥാന സർക്കാർ പെൻഷന്റെ ഒരു ഗഡുവിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് 15-ന് ആരംഭിച്ച് 30-ന് പൂർത്തിയാക്കുന്ന രീതിയിലായിരുന്നു. ആ രീതിയിൽ ഒരു ഗഡു വിതരണം ചെയ്തു. ഇതിൽ തന്നെ ആകെയുള്ള പെൻഷൻ ഗുണഭോക്താക്കളിൽ കേവലം 6.8 ലക്ഷം പേർക്ക് മാത്രമാണ് കേന്ദ്രത്തിന്റെ ഈ ഒരു തുച്ഛമായിട്ടുള്ള വിഹിതം ലഭിക്കുന്നത്. അതാകട്ടെ 200 മുതൽ 500 രൂപ വരെയാണ് വിവിധ ഇനത്തിൽ ആയി പെൻഷനുകൾ നൽകി വരുന്നത്. ഈ തുക കേന്ദ്രം നൽകാതായിട്ട് തന്നെ കാലങ്ങളായി. അതായത് 2021 ജനുവരി മുതൽ കേന്ദ്രം ഈ തുക കൃത്യമായ രീതിയിൽ നൽകുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ വിഹിതം കൂടി സംസ്ഥാനത്തിന്റെ കയ്യിൽ നിന്നും ഇട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ തുക വിതരണം ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. അതിനും കേന്ദ്രം മുന്നോട്ട് വെച്ചത് പ്രത്യേക ഒരു ഫണ്ട് മുഖേന അയക്കണം ഈ തുകകൾ എന്നുള്ളതാണ്. അതും സംസ്ഥാനം അംഗീകരിച്ച് ആ രീതിയിൽ തുക നൽകി വിതരണം ചെയ്താണ് മുന്നോട്ട് പോകുന്നത് എന്നത് കഴിഞ്ഞ മാസത്തിൽ പെൻഷൻ വിതരണം നടന്നപ്പോഴും അതേ രീതിയിൽ തന്നെയായിരുന്നു. ഈ 6.8 ലക്ഷം പേരുടെയും കേന്ദ്ര വിഹിതമടക്കം സംസ്ഥാനം മാർച്ച് 15-ന് കൈമാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുന്നത് 1.94 ലക്ഷം പേരുടെ തുകയാണ്. ഈ 1.94 ലക്ഷം പേരുടെ ഒഴിച്ചുള്ള തുകകൾ അവർക്ക് ലഭിച്ചു. പക്ഷേ ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുന്ന തുക അത് കേന്ദ്രവിഹിതം ഒഴിച്ചാണ് അവർക്ക് ഈ തുക ലഭ്യമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലുള്ളൊരു പ്രതിഷേധം സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചിരുന്നു, നിരന്തര ഇടപെടൽ നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 1.94 ലക്ഷം എന്നുള്ളതിൽ 62,000 പേർക്കൊഴികെ മറ്റുള്ളവർക്ക് ഒരു 3 ആഴ്ചത്തെ സംസ്ഥാനത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഒടുവിൽ തുക ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോഴും ശേഷിക്കുന്നത് 62,000 പേരാണ്. അവർക്കിപ്പോഴും ആ തുക ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്തിൻ്റെ ഒരു ഇടപെടൽ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും എന്തുകൊണ്ട് ഈ തുക ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല എന്ന് പോലും പറയുവാൻ തയ്യാറായിട്ടില്ല, ധനവകുപ്പിനെ അറിയിക്കുവാൻ തയ്യാറായിട്ടില്ല. ഏതായാലും സംസ്ഥാന ധനവകുപ്പ് ഇതിലുള്ള തുടർ ഇടപെടലുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയപരമായി കൂടി കാണേണ്ടതാണ് എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇവിടെ പെൻഷൻ വിതരണം മുടങ്ങുന്നു എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് കൂടി ഇതിന് പിന്നിലുണ്ടോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഷമി, ഷീജ, ഈ പെൻഷനുകൾ മുടങ്ങുമ്പോൾ സ്വാഭാവികമായും ജനരോഷം സർക്കാരിനെതിരെ ഉയരും. ആ രീതിയിൽ സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ കഴിയും. അങ്ങനെ ആലോചിച്ചിട്ടാണ് ഇവർ ഈ കേന്ദ്ര സർക്കാർ ഈ നിലപാടിലേക്ക് വരുന്നത്. അതിനുള്ള പരിശ്രമം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ കേന്ദ്ര സർക്കാർ എടുത്തു വരുന്നു. ഇവിടെ ഈ കേന്ദ്രവിഹിതമുള്ള പെൻഷനുകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഭിന്നശേഷി, വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, അതായത് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങൾക്കുള്ള പെൻഷനിലാണ് ഈ കേന്ദ്രവിഹിതം വരുന്നത്. അതിൽ തന്നെ 200 മുതൽ 500 രൂപ വരെയാണ്. ഈ മനുഷ്യരെയാണ് ഈ കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നത്. സംസ്ഥാനത്തോടുള്ള ഒരു വൈരാഗ്യം, രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് ഇത്രയും പാവപ്പെട്ട മനുഷ്യരെയാണ് ഈ കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നത്. തീർച്ചയായും ഷമി, അതിൽ യാതൊരുവിധ സംശയമില്ല. സംസ്ഥാനത്തോടുള്ള പക തീർക്കുന്നത് പെൻഷൻകാരോട് കടുത്തൊരു ക്രൂരത കാട്ടിക്കൊണ്ടാണ് കേന്ദ്രം എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കുവാനുള്ളത്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പോലും കൃത്യമായ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു, ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. സംസ്ഥാനം ആ രീതിയിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് വലിയ തോതിൽ തന്നെ കേന്ദ്രത്തെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കിട്ടാനുള്ള തുക വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം സുപ്രീം
കോടതിയിൽ വരെ സംസ്ഥാനം എത്തിച്ചു. അതും വലിയ തോതിൽ സംസ്ഥാനത്തിനെതിരെ പകപോക്കൽ നടപടി തുടരുന്നതിൽ കേന്ദ്രം കൂടുതൽ ഊന്നൽ നൽകി എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഈ പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ നമുക്കറിയാം, പെൻഷൻ ഫണ്ടിന്റെ കടം പൊതുകടത്തിലേക്ക് മാറ്റിക്കൊണ്ട് അത് വലിയ തോതിൽ സംസ്ഥാനത്തിന് ഒരു തിരിച്ചടിയായിരുന്നു. ആ രീതിയിൽ പെൻഷൻ വിതരണം ആകെ അവതാളത്തിലാക്കാനുള്ള നീക്കങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ച് സംസ്ഥാനം മുന്നോട്ട് പോയി. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി എത്തി നിൽക്കുമ്പോൾ ഈ വിഷയത്തെ എങ്ങനെ രാഷ്ട്രീയപരമായി നേരിടാം എന്നുള്ളത് നോക്കിക്കൊണ്ട് അത്തരത്തിലുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. നമുക്കറിയാം, ഈ ഒരു പെൻഷൻ തുക 1600 രൂപ, 600 രൂപയായിരുന്നു 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ. അത് 1600 രൂപയായി വർദ്ധിപ്പിച്ചു. കൃത്യമായി ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൃത്യമായി എല്ലാ മാസവും പെൻഷൻ കമ്പനി വഴി ഈ ഫണ്ട് പെൻഷൻ ആൾക്കാരിലേക്ക് എത്തിച്ചിരുന്നു. അപ്പോൾ ആ ഒരു പെൻഷൻ ഫണ്ടിൻ്റെ തുക കൂടി ബഡ്ജറ്റിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ കേരളത്തിൻ്റെ കടത്തിൻ്റെ പരിധിയിലേക്ക് അത് കൊണ്ടുവരുന്നു. എങ്ങനെയൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിനെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ ആ രീതിയിൽ ബുദ്ധിമുട്ടിക്കുക. അതിനുശേഷം ഈ ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് കേന്ദ്രത്തിൽ നിന്നും നൽകാനുള്ള വിഹിതം മുഴുവൻ പിടിച്ചു വച്ചിരിക്കുന്നു. നമുക്കിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നെല്ലിൻ്റെ വിഹിതം കിട്ടിയത് നമുക്ക് ഓർമ്മയുണ്ട്. സുപ്രീം കോടതിയിൽ പോയിട്ട് 13,000 കോടി രൂപ നമ്മൾ വാങ്ങിയെടുത്തത് ഓർമ്മയുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ഒരു കുടിശ്ശിക. 2023 ജൂൺ വരെയുള്ള പൈസയായി കിട്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള പൈസ ഈ പെൻഷൻകാർക്ക് ഇനിയും കുടിശ്ശികയായി കിടക്കുകയല്ലേ ഷീജ? തീർച്ചയായും പെൻഷൻകാർക്ക് നിലവിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷമ്മി, 2021 മുതലാണ് ഈ രീതിയിൽ കേന്ദ്രം കുടിശ്ശിക വരുത്തുവാൻ തുടങ്ങിയത്. സംസ്ഥാനം കേന്ദ്രത്തിന്റെ വിഹിതം കൃത്യമായ രീതിയിൽ നൽകാത്തതിനെ തുടർന്ന് സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് സംസ്ഥാനം തന്നെ തുക അതിലേക്ക് ഇട്ടുകൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആകെ തുക ലഭിക്കുന്നു. അത് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നത് മുന്നിൽ കണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ അത്തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോയത്. പക്ഷേ ഇത് റീഇംബേഴ്സ്മെന്റിലൂടെ വാങ്ങിയെടുക്കാൻ വേണ്ടി വലിയ പോരാട്ടമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം നിരവധി തവണയാണ് സംസ്ഥാനത്തെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കുടിശ്ശികയുടെ പകുതി കുടിശ്ശിക അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അതും പല ഘട്ടങ്ങളിലായി ആവശ്യപ്പെട്ടതിൻ്റെയും നിരന്തര സമ്മർദ്ദത്തിൻ്റെയും ഫലമായിട്ടായിരുന്നു അത്തരത്തിൽ ഈ കുടിശ്ശിക അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴും 2023 ജൂൺ വരെയുള്ള കുടിശ്ശിക മാത്രമാണ് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള കുടിശ്ശിക ഇപ്പോഴും ആ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കൂസാതെ സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകരുത് എന്നുള്ളത് മുൻനിർത്തി മാത്രമാണ് ഇപ്പോഴും കേന്ദ്രത്തിന്റെ വിഹിതം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തുക നൽകുന്നത്. ആ രീതിയിൽ സംസ്ഥാനം ചെയ്യുമ്പോൾ പക്ഷേ അതും മുടക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ കേന്ദ്രം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ അതിന് പിന്നിലുള്ള രാഷ്ട്രീയം എത്രത്തോളമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നത്. ഷമി, ഷീജ, ഒപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, പ്രതിപക്ഷം മറ്റ് കാര്യങ്ങളിലെല്ലാം നിരന്തരമായി സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാൻ വലിയ താല്പര്യം കാണിക്കുന്ന പ്രതിപക്ഷം ഈ സാധാരണ ജനങ്ങളുടെ ഏറ്റവും പാവപ്പെട്ട സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടേണ്ടുന്ന ഇത്തരം സഹായങ്ങളുടെ കാര്യത്തിൽ കേന്ദ്രമെടുക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വിമർശനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല. അതേസമയം സർക്കാരിനെതിരായി പറയാനാണെങ്കിൽ വലിയ തോതിൽ വിമർശനം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഏതാണ്ട് കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ലേ? ഷമീദിൽ കാണേണ്ടത് UDF സർക്കാരിന്റെ കാലത്ത് എങ്ങനെയായിരുന്നു പെൻഷൻ വിതരണം എന്നുള്ളതാണ്. 18 മാസത്തോളം കുടിശ്ശിക വരുത്തിയവരാണ് UDF സർക്കാർ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കാലാവധി പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ അതിൽ നമ്മൾ കണ്ടത് വലിയ തോതിലുള്ള കുടിശ്ശിക വരുത്തിയിരിക്കുന്നു. തുടർന്ന് LDF സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ വലിയ തോതിൽ ഒരു പോരാട്ടം നടത്തിയാണ് അതിലുള്ള കുടിശ്ശിക തന്നെ വീട്ടി തീർത്തതും. അതിനുശേഷമാണ് കൃത്യമായ രീതിയിൽ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നതും. ആ രീതിയിൽ സംസ്ഥാനം കൃത്യമായ രീതിയിൽ പെൻഷൻ വിതരണവുമായി മുന്നോട്ട് പോകുകയായിരുന്നു. യാതൊരുവിധ ബുദ്ധിമുട്ടും ആ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തോടുള്ള അവഗണന വലിയ തോതിൽ കൂടി വന്നത്. അതേ തുടർന്ന് സംസ്ഥാനം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്കടക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ മാത്രമാണ് കുടിശ്ശിക പെൻഷൻ വിതരണത്തിൽ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അപ്പോഴും ഈ പറയുന്നത് പോലെ കേന്ദ്രത്തിൽ നിന്നുള്ള തുക ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുമായി
സംസ്ഥാന സർക്കാരിന് ഇരിക്കാൻ സാധിക്കുകയുണ്ടായിരുന്നില്ല. സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള ബദൽ മാർഗങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോയി. ഈ രീതിയിൽ പെൻഷൻ വിതരണം വീണ്ടും സുഗമമായ രീതിയിൽ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും ഒരു തരത്തിലും കേന്ദ്രത്തിന്റെ നടപടികളെ തെറ്റാണ് എന്ന് പറയാൻ UDF തയ്യാറാകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമുക്കറിയാം കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ ഷീജയിലേക്ക് വരാം. ഇപ്പോൾ കെ അനിൽകുമാർ ചേരുന്നു നമ്മളോടൊപ്പം.